കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ റിവേഴ്സ് റെമിറ്റൻസ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക പദം ഉപയോഗിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏതാണ്ട് 40 മുതൽ 50 ലക്ഷം വരെയൊക്കെ ഉണ്ട് എന്നാണ് കണക്ക്. ഇവർ കിട്ടുന്ന പണം, ഇവർക്ക് ശമ്പളമായി ലഭിക്കുന്ന പണം ഇവർ വളരെ കുറച്ചു മാത്രം ഇവിടെ ചെലവഴിച്ചിട്ട് ബാക്കി പണം ഇവരുടെ സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നു. അതിപ്പോൾ ഛത്തീസ്ഗഡ് ആയാലും ബംഗാളായാലും ആസാമായാലും അവർ അയക്കുന്നു. ഉദാഹരണത്തിന് 100 രൂപ ഇവർക്ക് കിട്ടുകയാണെങ്കിൽ ഇവർ 10 രൂപ ഇവിടെ ചെലവഴിച്ചിട്ട് 90 രൂപ അല്ലെങ്കിൽ 80 രൂപ ഇവരുടെ നാട്ടിലേക്ക് അയക്കുന്നു. ഇവരുടെ കുടുംബാംഗങ്ങൾ അവിടെയുണ്ട്, അവർ അവിടെ ആ പണം ചെലവഴിക്കുന്നു. അപ്പോൾ ഇവിടെ ചെലവഴിക്കുന്ന പണം 10 രൂപ മാത്രം അല്ലെങ്കിൽ 20 രൂപ മാത്രം. അത്തരത്തിൽ പണം ഇവിടെ ചെലവഴിക്കപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിലെ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ ഭാഗമാകുന്നില്ല ഇവരുടെ പണം എന്നുള്ളത് കൊണ്ടാണ് ഈ റിവേഴ്സ് റെമിറ്റൻസ് എന്ന് പറയുന്ന ഈ പരിപാടി ഇവിടെ നടക്കുന്നത് എന്നാണ് അതിൻ്റെ സാങ്കേതികത്വവും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ഇത് അന്യസംസ്ഥാന തൊഴിലാളികളെ അപമാനിക്കലാണോ? അല്ല എന്ന അഭിപ്രായവും ആണ് എന്ന അഭിപ്രായവും വരുന്നുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളെ അപമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരിൽ പുഴുക്കുത്തുകൾ ഉണ്ടാകാം, അവരിൽ ക്രിമിനലുകൾ ഉണ്ടാകാം, അവരിൽ മയക്കുമരുന്ന് കച്ചവടക്കാരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുമൊക്കെ ഉണ്ടാകാം. പക്ഷേ അവരെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന നിലപാട് തന്നെയാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഉള്ളത്. കാരണം നമ്മുടെ നിർമ്മാണ പ്രക്രിയയിലടക്കം അവർ വലിയ ഭാഗമാകുന്നുണ്ട്. നമ്മുടെ ആളുകൾ പണി ചെയ്യാൻ മടിച്ചു നിൽക്കുന്നിടത്ത് അവർ ഒരു മടിയും കൂടാതെ വന്ന് പണി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാംസ്കാരിക പ്രവർത്തകൻ, എഴുത്തുകാരനും കവിയുമായ K.S. അച്യുതാനന്ദനാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വി.ഡി. സതീശൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ അപമാനിച്ചു എന്ന് പറഞ്ഞ് എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. കേരളത്തിൽ നിന്നുള്ള പണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതും ഇതര സംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ടും നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തിന് എതിരെയാണ് ഇപ്പോൾ കവി സച്ചിദാനന്ദൻ രംഗത്തെത്തിയിരിക്കുന്നത്. പുറത്തുനിന്ന് തൊഴിൽ തേടി കേരളത്തിൽ എത്തുന്ന തൊഴിലാളികളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് മുഖ്യമന്ത്രി നടത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവർ ചെയ്യുന്ന സേവനത്തിനുള്ള പ്രതിഫലമാണ് നൽകുന്നതെന്നും അതും കേരളത്തിലെ നിലവിലെ കൂലി നിരക്കിൽ അല്ലെങ്കിൽ അതിലും കുറഞ്ഞ നിരക്കിലോ ഒക്കെയാണ് ഇവർക്ക് കിട്ടുന്നത് എന്ന കാര്യവും സച്ചിദാനന്ദൻ പറയുന്നു. കുടുംബം പോറ്റാനാണ് അവർ സ്വന്തം നാട് വിട്ട് കേരളത്തിൽ എത്തുന്നത്. മലയാളികൾ മറ്റ് രാജ്യങ്ങളിൽ ഒക്കെ ജോലി ചെയ്ത് അയക്കുന്ന പണമാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ പിന്തുണയാകുന്നത് എന്ന കാര്യം മുഖ്യമന്ത്രി മറക്കരുതായിരുന്നു. കേരളത്തിൽ എത്തുന്നവർ വിദേശികളല്ല എന്ന കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തികച്ചും ലജ്ജാകരമാണെന്നും അത് പിൻവലിക്കണമെന്നും സച്ചിദാനന്ദൻ ആവശ്യപ്പെടുന്നു. കേരളത്തിലെ നിർമ്മാണ മേഖലയുൾപ്പെടെ നിരവധി മേഖലകൾ ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചാണെന്നും കേരളത്തിൽ വിനിമയം ചെയ്യപ്പെടേണ്ട വലിയൊരു തുക ഇവരിലൂടെ റിവേഴ്സ് റെമിറ്റൻസ് ആയി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുകയാണ് എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. മുഖ്യമന്ത്രി ആ പറഞ്ഞത് പൂർണ്ണമായി ശരി തന്നെയാണ്. റിവേഴ്സ് റെമിറ്റൻസ് ആണ് നടക്കുന്നത്. അത് പറഞ്ഞ് മുഖ്യമന്ത്രി അങ്ങനെ നടക്കരുത് എന്നും അല്ലെങ്കിൽ ഇവർ അങ്ങനെ ചെയ്യരുത് എന്നും ഇവരെല്ലാം ഇവിടുന്ന് പോകണം എന്നും ഇവർക്ക് കൂലി കൊടുക്കരുത് എന്നൊന്നും പറഞ്ഞില്ല. ഒരു ഫാക്റ്റ്, ഒരു നടക്കുന്ന സംഭവം കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞത്. നിയമസഭയിലെ രേഖകളിൽ അത് തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെ ഒരു സംവിധാനം ഇവിടെ നടക്കുന്നുണ്ട്. അത് നമ്മുടെ എക്കണോമിയെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ, സമ്പദ്ഘടനയെ ബാധിക്കുന്നുണ്ട്. അത് പരിശോധിക്കണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് പരിശോധിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. അത് പരിശോധിച്ചിട്ട് അതിന് വേണ്ട തരത്തിലുള്ള സാമ്പത്തികമായ ഒരു പരിഹാരമാണ് കാണേണ്ടത്. അല്ലാതെ ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികളോട് പറഞ്ഞിട്ട് ചെന്നിട്ട് നിങ്ങൾ ഛത്തീസ്ഗഡിലേക്ക് അല്ലെങ്കിൽ ബംഗാളിലേക്ക് പണം അയക്കരുത്, എല്ലാം ഇവിടെ തന്നെ ചെലവഴിക്കണം, നിങ്ങളുടെ നാട്ടിലേക്ക് അയക്കരുത് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ അവർ കേൾക്കുമോ? അവരോട് നാളെ മുതൽ ഇവിടെ പണി ചെയ്യരുത്, വീട്ടിലേക്ക് പോയിക്കൊള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇന്ത്യയിലെ ഏത് നാട്ടിലും പണിയെടുക്കാനുള്ള അവകാശം ഭരണഘടന അവർക്ക് നൽകുന്നുണ്ട്. അപ്പം അതിനെ മുഖ്യമന്ത്രി പറഞ്ഞതിനെ വളച്ചൊടിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ ഒരു പ്രത്യേക രീതിയിൽ സമീപിച്ചിട്ട് അതങ്ങനെ പറയരുതായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട് എന്ന് തോന്നുന്നില്ല. സച്ചിദാനന്ദനെ പോലെ ബുദ്ധിയും വിവേകവുമുള്ള ഒരാൾ അത്തരത്തിലല്ല ചിന്തിക്കേണ്ടത്. അതിന് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് ആദ്യം കേൾക്കുക. അദ്ദേഹം അതിന് എന്ത് പരിഹാര നടപടിയാണ് വേണ്ടത് എന്നുള്ള കാര്യം ആലോചിക്കണം. സാമ്പത്തികമായ ഒരു നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൽ വരുത്തേണ്ട മാറ്റത്തെക്കുറിച്ച്, നമ്മുടെ എക്കണോമിയിൽ വരുത്തേണ്ട, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വരുത്തേണ്ട മാറ്റത്തെക്കുറിച്ച് ഒക്കെ തന്നെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. അല്ലാതെ ഇത് ഇതര സംസ്ഥാന തൊഴിലാളികളെ, അന്യസംസ്ഥാന തൊഴിലാളികളെ അപമാനിക്കുന്നു, ലജ്ജാകരം എന്നൊന്നും പറയേണ്ട, അത്രയും കടന്നു പറയേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ആ മുഖ്യമന്ത്രിയുടെ പ്രസംഗം നമ്മളെല്ലാവരും കേട്ടതാണ്. റിവേഴ്സ് റെമിറ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതെങ്ങനെ പരിഹരിക്കണം? ഇപ്പോൾ പ്രിയദർശിനി സൗജന്യ യാത്ര, അതും തീർച്ചയായിട്ടും നമ്മുടെ സമ്പദ്ഘടനയെ ബാധിക്കുന്നതാണ്. അത് എങ്ങനെ അത് പരിഹരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ അതിന് ബദലായി എന്ത് മാർഗം സ്വീകരിക്കണം എന്നുള്ളത് പരിശോധിച്ച് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്, മുഖ്യമന്ത്രിക്കും ഉണ്ട്.
അത് മനസ്സിലാക്കി വേണം സച്ചിദാനന്ദനെ പോലുള്ള ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ.